Hello all. Okay, Jinsi, Asina, Aisha, Pravida, Aslamia, Aparna, Princey, Remya. Okay. Hello all. Welcome to Emfavor Learning App. Actually, ഇവിടെ നല്ല മഴയാ അതുകൊണ്ടാട്ടോ ഫസ്റ്റ് ഒന്ന് ഇതായി പോയെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളിപ്പം എന്തൊക്കെയാ നോക്കണ്ടേന്ന് വെച്ചാൽ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ നെക്സ്റ്റ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി. ഞാൻ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാം. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യാന്നാണ് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി യൂസ്ഡ് വെൻ ദർ ആർ ടു പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, രണ്ട് പോസിബിൾ ഔട്ട്കം ഉള്ള സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ രണ്ട് പോസിബിൾ ഔട്ട്കം വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. യൂസ്ഡ് വെൻ ദർ ആർ ടു പോസിബിൾ ഔട്ട്കംസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് വെൻ ദർ രണ്ട് പോസിബിൾ ഔട്ട്കം ഉള്ള സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. അത് ഏതൊക്കെ രണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്? ചിലപ്പം സക്സസ് ആകാം, അല്ലെങ്കിൽ ഫെയിലർ ആകാം. ഓക്കെ, അത് റിപ്പീറ്റഡ് എക്സ്പെരിമെന്റ്സിൽ ഉദ്ദേശിക്കുന്നതാണ്. അതൊരു എക്സാമ്പിളായി ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാന്ന് വെച്ചാൽ ടോസിങ് എ കോയിൻ 10 ടൈംസ്, 10 വട്ടം നമ്മൾ എന്ത് ചെയ്യുക? ടോസ് ചെയ്ത് നോക്കുക കോയിന്, എന്നിട്ട് കൗണ്ട് ചെയ്യുക നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ എത്ര വട്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് പോസിബിൾ ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിലായിരിക്കും ഉണ്ടാകുക. അതായത് സക്സസ് ആകാം, അല്ലെങ്കിൽ ഫെയിലിയർ ആകാം. എക്സാമ്പിൾ, അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിളാ കൊടുത്തിരിക്കുന്ന ഒരു കോയിന് 10 വട്ടം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ് വരാനുള്ള പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിയുമെന്ന് വെച്ചാൽ അത് ഹെഡ് ആയിരിക്കും കിട്ടുക, അത് ടൈലാണ് കിട്ടുക, നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൗണ്ട് ചെയ്തിരിക്കണം നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യണം, അല്ലേ? അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് പോസിബിൾ ഔട്ട്കം ഉണ്ടാകും, ചിലപ്പോൾ സക്സസ് ആകാം, അല്ലെങ്കിൽ ഫെയിലിയർ ആകാം. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലായിരിക്കും യൂസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞു 10 വട്ടം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ആക്ച്വലി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? യൂസ്ഡ് ടു മോഡൽ റെയർ ആയിട്ടുള്ള ഈവൻറ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം വരെ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമർ അറൈവൽ അറ്റ് എ സ്റ്റോർ പെർ അവർ, അതായത് ഒരു സ്റ്റോറിൽ എത്ര കസ്റ്റമേഴ്സ് ആണ് പെർ അവർ വന്നിട്ട് റീച്ച് ആവണേ. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബൈനോമിയൽ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ പോയിസൺ എന്ന് പറയുമ്പോൾ ഒരു ടൈമിനനുസരിച്ചും അല്ലെങ്കിൽ അതിന്റെ സ്പേസിനനുസരിച്ചും എന്താണ് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പോയിസൺ ഡീൽസ് ഈവൻ ഹാപ്പനിങ് ഓവർ ടൈമിനനുസരിച്ച് എന്താണ് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ഒന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് പോസിബിൾ ഔട്ട്കം ഉണ്ടാവും, അതായത് സക്സസ് ആകാം, അല്ലെങ്കിൽ ഫെയിലിയർ ആകാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിൽ നമുക്ക് ഇന്ന റിസൾട്ട് ആയിരിക്കും കറക്റ്റ് ആയി കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല.
അതേപോലെ തന്നെ എക്സാമ്പിൾ പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുക 10 വട്ടം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എത്ര വട്ടം ഹെഡ് വന്നു എന്ന് കൗണ്ട് ചെയ്യാം. അതേപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് റയർ ആയിട്ടുള്ള ഇവന്റ് ആയിരിക്കും യൂസ് ചെയ്യുക ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ. എക്സാമ്പിൾ ഇപ്പം ഒരു നമ്പർ ഓഫ് കസ്റ്റമർ വന്നിട്ട് ഒരു സ്റ്റോറിൽ പെർ അവർ എത്രയാണ് വരിക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബൈനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, 2 പോസിബിൾ ഔട്ട്കം ആയിരിക്കും. പോയിസൺ എന്ന് പറയുമ്പോൾ എന്താണ്, റയർ ഇവന്റിലായിരിക്കും എന്ത് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് പ്രാക്ടിക്കലി നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാം, എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആക്ച്വലി ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ നിന്ന് ഓരോന്നും ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, ആദ്യം ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ n എഴുതിയല്ലോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ, n ഫാക്ടോറിയൽ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ആക്ച്വലി ഞാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ നമുക്ക് ഇപ്പോൾ 3 പ്രോബ്ലമാണ് ഉള്ളത്. ആ 3 പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഫുള്ളായി പറഞ്ഞു തരാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായി കേട്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ഫോർമുല ഫോർ ഫാക്ടോറിയൽ. അപ്പോൾ ഇതെന്താ റീഡ് ചെയ്യുക, n ഫാക്ടോറിയൽ. എന്താണ്, n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഫാക്ടോറിയലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന്, ഈ ചിഹ്നം. മനസ്സിലായോ? ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജർ. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫ്രം 1 to that number, 1 തൊട്ടുള്ള ഏതാണോ നമ്പർ ആ നമ്പർ വരയ്ക്കുള്ള പ്രോഡക്റ്റ് ആണ്, പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. നമുക്കിത് എന്താ ഇതിന്റെ അർത്ഥം നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർമുല ഫോർ ഫാക്ടോറിയൽ ആണ്. ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് ആദ്യം നോക്കാം. ഫോർമുല ഫോർ ഫാക്ടോറിയൽ ഇപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് n ഫാക്ടോറിയൽ ഈക്വൽ ടു. ഓക്കെ, ഇതിൽ എന്താ നമ്മൾ റീഡ് ചെയ്യുക, n ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ n ഫാക്ടോറിയൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് n ഫാക്ടോറിയൽ എന്താന്ന് ആദ്യം നോക്കുക. അപ്പം n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, എക്സെട്ര 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, n ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താ ഫോർമുല, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു, അപ്പോൾ അടുത്തടുത്ത് വരും എന്തായിരുന്നു, n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഇൻറ്റു, അങ്ങനെ അത് എക്സ്ട്രാ കൊടുത്തിരിക്കണം കേട്ടോ. മൈനസ് 2 ഇൻറ്റു 1. ഇതാണ് നമുക്ക് ഉത്തരം. നമുക്ക് നോക്കാം ഇപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പൊ 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്തായിരുന്നു, 3 ഇൻറ്റു 2 ഇൻറ്റു 1. 3 ഇൻറ്റു 2 എത്രയാണ്, 6. മനസ്സിലായോ? ഇനി 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താ, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര, 12. 12 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര, 24. 24 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്ര, 24. അപ്പോൾ അടുത്ത് എന്താ മനസ്സിലായി, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 5 ഇൻറ്റു 4. അതേപോലെ 5 ഇൻറ്റു 4 എത്രയാണ്, 20. 20 ഇൻറ്റു 3 എത്രയാണ്, 20 ഇൻറ്റു 3 16. 60 ഇൻറ്റു 2 എത്രയാണ്, 120. ഇപ്പോൾ 120 ഇൻറ്റു 1 എത്രയാണ്, ഈക്വൽ ടു 120. ഓക്കെ, ഇനി അടുത്ത 6 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്തായിരുന്നു, 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 6 ഇൻറ്റു 5 പറയുമ്പോൾ എത്രയാണ്, 30. 30 ഇൻറ്റു 4 പറയുമ്പോൾ എത്രയാണ്, അതായത് 120 ആണ്. 120 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഓരോന്നും വരത്തില്ല. അപ്പോൾ 6 ഇൻറ്റു 5 എത്രയാണ്, 30. 30 ഇൻറ്റു 4 120. 120 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര, ഇവിടെ ചെയ്ത് നോക്കുക, 120 ഇൻറ്റു 3 എത്രയാണ്, 0 3 0. 3 ഇൻറ്റു 2 6. 1 ഇൻറ്റു 120 ഇൻറ്റു 3 അല്ലേ, 1 ഇൻറ്റു 3 എത്രയാണ്, 360. 360 ഇൻറ്റു 2 നോക്കുക, എത്ര കിട്ടി. അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, 0 ഇൻറ്റു 2 0. 6 ഇൻറ്റു 2 എത്രയാണ്, 12. 1 1 ബാലൻസ്. 3 ഇൻറ്റു 2 6 7. അപ്പോൾ 720 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 720. ഓക്കെ, ഇവിടെ 720 ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്തായിരുന്നു, 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താണ്, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 5 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്തായിരുന്നു, 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 6 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്തായിരുന്നു, 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. മനസ്സിലായോ? ഏത് ഫാക്ടോറിയൽ എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, 1 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് എങ്ങനെയാണ് റീഡ് ചെയ്യാന്ന് വെച്ചാൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫോർമുല എന്താണ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, n ഫാക്ടോറിയൽ പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 6 ആണ്. 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 24 ആണ്. 5 ഫാക്ടോറിയൽ പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 120 ആണ്. 6 ഫാക്ടോറിയൽ പറഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഈക്വൽ ടു എത്രയാണ്, 720 ആണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഫോർമുല ഫോർ ഫാക്ടോറിയൽ. ഇനി നമുക്ക് നോക്കാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്
P of x equal to k equal to nk p raised to k into 1 minus p raised to n minus k. എന്തായിരുന്നു ഫോർമുല? P of x equal to k. ഓക്കെ, P of x. P of അപ്പോൾ എക്സിന്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? k ആണെങ്കിൽ ആ kന്റെ വാല്യൂ ആണ് എക്സിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ വായിക്കുക? P of x equal to k equal to നമ്മൾ എന്താ എഴുതാം? n k എന്ന് എഴുതും. അതിനുശേഷം എന്താണ്? nk into p raised to k അതിനുശേഷം ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഇത്രയും ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഫോർമുല പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഇതാണ് ഫോർമുല. അപ്പോൾ എന്നിന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ്, എത്ര ട്രയൽ ഉണ്ട്. കെയിന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് സക്സസ്, എത്ര സക്സസ് ഉണ്ട്. പിന് ഡിനോട്ട് ചെയ്തത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതേപോലെ എൻ കെ ഈക്വൽ ടു എൻ കെ കാണാനുള്ള ഫോർമുല എന്താണത്? എൻ കെ ഈക്വൽ ടു എന്തായിരുന്നു? എൻ ഫാക്ടോറിയൽ ബൈ കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ കേട്ടോ, കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു ഇക്വേഷൻ. എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല? അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണോ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് കൊടുക്കുക, ഈക്വൽ ടു എന്താ കൊടുക്കേണ്ടത്? എൻ കെ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. അപ്പൊ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽ, എത്ര ട്രയൽ ആണ്. കെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സക്സസ് ആണ്. പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. എൻ കെന് കാണാനുള്ള ഈ എൻ കെ കാണാനുള്ള ഫോർമുല എന്താ? എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഫോർമുല? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി ഇൻറ്റു എൻ മൈനസ് കെ ആണ്. അപ്പൊ റൈസ് ടു എൻ മൈനസ് കെ ആണ്. അപ്പൊ എൻ നമ്പർ ഓഫ് ട്രയൽ ആണ്, കെ നമ്പർ ഓഫ് സക്സസ് ആണ്, പി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ ആണ്. ഇത്രയും ഫോർമുലാസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പം ആദ്യം അതെ അസ്ലമ 720 കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഫോർമുല മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്തത് 4 ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫെയർ കോയിൻ വന്നിട്ട് ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്? 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കോയിൻ 4 വട്ടം ടോസ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്? അപ്പൊ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ നമ്മുടെ ഫോർമുല എന്താണെന്നറിയാം. നമുക്കറിയാം ഫോർമുല പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. എന്താ ഫോർമുല? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ റൈസ് ടു പി എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എൻ എന്ന് പറയുമ്പോൾ എത്ര വട്ടമാണ്? നമ്പർ ഓഫ് ടൈംസ് 4 ടൈം. അപ്പോൾ എൻ ഈക്വൽ ടു 4 വന്നു. കെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നെ സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? കെ ഈക്വൽ ടു 2 ആണ്. ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. എന്താണ് അറിയോ ഈ പ്രോബബിലിറ്റി? ഇവിടെ നമ്മളിപ്പോൾ പ്രോബബിലിറ്റി പറയുന്നത് ഹെഡ് ആണ്. ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോയിനിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കോയിൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഉണ്ടാവുക? ഒരു കോയിന്റെ ഒരു സൈഡ് വന്നിട്ട് ഹെഡും ഉണ്ടാകും, ഒരു കോയിന്റെ സൈഡ് ടൈലും ഉണ്ടാകും. അപ്പൊ നമുക്ക് ആക്ച്വലി പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്നറിയോ? അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് ഇതിന്റെ അർത്ഥം? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്പർ ഓഫ് ഫേവറബിൾ കിട്ടാനോ ഹെഡ് കിട്ടാനോ ടൈല് കിട്ടാനുള്ള ചാൻസ് പറയുന്നത് എന്താണ്? ഒരു ചാൻസേ ഉള്ളൂ. കാരണം ഒരു കോയിന് 2 സൈഡാണ് ഉണ്ടാവുക. ഹെഡ് കിട്ടാനുള്ള ചാൻസ് ഒന്നാണ്, ടൈൽ കിട്ടാനുള്ള ചാൻസ് ഒന്നാണ്. ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്താണ്? പോസിബിൾ ആവാൻ എന്താ? രണ്ട് സൈഡാണ് ഉള്ളത് ടോട്ടൽ, അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 2 സൈഡും ആണ്. അതേപോലെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് അറിയാം? 0.5 എന്നറിയാം. സോ അങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി 0.5 വന്നത്. മനസ്സിലായോ?
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കോയിൻ വന്നിട്ട് 4 ടൈം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോയിൻ വന്നിട്ട് ജസ്റ്റ് നമുക്ക് 4 ടൈം നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞു. 4 ടൈം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം n എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അതേപോലെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടെ k എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. k എന്ന് പറയുമ്പോൾ എന്താണ്, k ഈക്വൽ ടു 2 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, അതായത് കിട്ടാനുള്ള സക്സസ് ആണ് k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. അപ്പൊ 2 കിട്ടി. പ്രോബബിലിറ്റി പറയുന്നത് ഹെഡ് ആണ്. പ്രോബിലിറ്റി കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ആണ്. NO എന്ന് പറഞ്ഞാൽ നമ്പർ, F പറഞ്ഞാൽ ഫേവറബിൾ, O പറഞ്ഞാൽ ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ TP എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഹെഡ് കിട്ടാനോ ടൈൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ 1 ഇട്ടു. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം പറയുമ്പോൾ ചിലപ്പോൾ ഹെഡ് ആവാൻ ടൈൽ, അപ്പൊ 2 ആണ് ടോട്ടൽ നമ്പർ ഉള്ളത് സൈഡ്, അപ്പൊ 2 എഴുതി. അപ്പൊ 1/2 പറയുന്നത് 0.5 ആണ്. അങ്ങനെയാണ് നമുക്ക് P ഈക്വൽ ടു 0.5 കിട്ടിയത്. ഇപ്പൊ N ഈക്വൽ ടു 4, K ഈക്വൽ ടു 2, അതേപോലെ P ഈക്വൽ ടു 0.5. ഇപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, അത് നിങ്ങൾ ഫുള്ള് നിങ്ങൾ 3 മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഫോർമുല P ഓഫ് X ഈക്വൽ ടു K ഈക്വൽ ടു NK ഇൻറ്റു PK ഇൻറ്റു 1 മൈനസ് P റൈസ് ടു N മൈനസ് K. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ NK എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി, N എന്ന് പറയുന്നത് 4 ആണ്, K എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് 2 ആണ് അല്ലെ. ഈക്വൽ ടു എന്താണ് ഈ ആക്ച്വലി NKയുടെ ഫോർമുല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. NK ഈക്വൽ ടു നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. NKയുടെ ഫോർമുല എന്താ, NK ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ K ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് N ഫാക്ടോറിയൽ ആണ് ആദ്യം എഴുതേണ്ടത്. N ഫാക്ടോറിയൽ ആണ്. ഓക്കെ, എന്തായിരുന്നു, NK ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ K. ഇതിവിടെ തന്നെ എഴുതാം. N ഫാക്ടോറിയൽ ബൈ K ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് K ഫാക്ടോറിയൽ. ഇതാണ് ഫോർമുല. മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ NK എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, N 4 കിട്ടിയിട്ടുണ്ട്. K എന്ന് പറയുമ്പോൾ എത്രയാണ്, 2 കിട്ടിയിട്ടുണ്ട്. ഇനി N ഫാക്ടോറിയൽ പറയുമ്പോൾ എത്ര എഴുതേണ്ടത്, N എന്ന് പറയുമ്പോൾ എത്രയാണ്, മൊത്തം 4 ആണ്. അപ്പൊ 4 ഫാക്ടോറിയൽ എഴുതി. K ഫാക്ടോറിയൽ പറയുമ്പോൾ എന്ത് എഴുതി, ആക്ച്വലി മൊത്തം K നമ്പർ ഓഫ് സക്സസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 2 എഴുതി. ഇപ്പൊ 2 ഫാക്ടോറിയൽ എഴുതി. അതിനുശേഷം നമ്മൾ എങ്ങനെ നോക്കുക, N മൈനസ് K ആണ് നോക്കേണ്ടത്. N പറയുമ്പോൾ നമുക്കറിയാം 4 ആണ്, മൈനസ് K എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നോക്കാം, 2 ആണ് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലെ. അപ്പോ എന്തായിരുന്നു, NK എന്ന് പറയുമ്പോൾ N 4 ആണ്, K പറയുന്നത് 2 ആണ്. N എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ എഴുതി, ബൈ ഇവിടെ 2 എത്രയാണ്, K ഫാക്ടോറിയൽ പറയുന്നത് 2 ആണ്, കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം N പറയുന്നത് 4 ആണ്, K പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പൊ ഫാക്ടോറിയൽ ഇട്ടു. ഇതാണ് ഫോർമുല. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് അറിയാം, 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയണത കേസാണ്. എന്തായാലും 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എത്രയാണ് ഇവിടെ, അതായത് 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്രയാണ്, 2 ഇൻറ്റു 1 ആണ് അല്ലേ. അപ്പൊ എത്ര കിട്ടി, 2 ഇൻറ്റു 1 പറയുന്നത് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 4 മൈനസ് 2 ഫാക്ടോറിയൽ പറഞ്ഞിട്ടുണ്ട്. 4 മൈനസ് 2 പറയുമ്പോൾ എത്ര, 2 ആണ്. അപ്പോൾ എന്താണ് 2 ഇൻറ്റു 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 എത്രയാണ്, 4 ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, 24/4 ഈക്വൽ ടു 6 ആണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയാണ് എന്ത് കിട്ടിയത്, 6 കിട്ടിയത്. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയാ അപ്പൊ മനസ്സിലാക്കേണ്ടത്, അതായത് ഇപ്പൊ 6 എങ്ങനെയാണ് വന്നത്. അപ്പൊ ഇവിടെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അതായത് ഇപ്പോൾ നമുക്ക് അറിയാം മൊത്തം ടോസ് ചെയ്തത് N 4 ആണ്, അത് നമ്പർ ഓഫ് സക്സസ് കിട്ടാൻ K 2 ആണ്, പ്രോബിലിറ്റി 0.5 ആണ്. പ്രോബിലിറ്റി കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ആണ്. ഫേവറബിൾ ഔട്ട്കം പറയുമ്പോൾ 1 ആണ്, പോസിബിൾ ഔട്ട്കം പറഞ്ഞാൽ 2 ആണ്, 1/2 പറഞ്ഞാൽ 0.5 ആണ്. അങ്ങനെയാണ് പ്രോബിലിറ്റി ഈക്വൽ ടു 0.5 വന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നമ്മുടെ ഫോർമുല എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. എന്തായിരുന്നു ഫോർമുല, P ഓഫ് X ഈക്വൽ ടു K NK ഇൻറ്റു P റൈസ് ടു K ഇൻറ്റു 1 മൈനസ് P റൈസ് ടു N മൈനസ് K. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ NK എന്ന് പറയുമ്പോൾ N 4 ആണ്, K 2 ആണ്. N ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം NK കാണാനുള്ള ഫോർമുല അത് എഴുതുക. NK ഈക്വൽ ടു N ഫാക്ടോറിയൽ, ഇവിടെ നമ്മൾ എഴുതിയിട്ട് N ഫാക്ടോറിയൽ ബൈ K ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് K ഫാക്ടോറിയൽ. അപ്പൊ N ഫാക്ടോറിയൽ പറയുമ്പോൾ എത്രയാണ്, N ഇവിടെ 4 ഫാക്ടോറിയൽ ബൈ K ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, 2 ആണ്. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, N മൈനസ് K ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ നോക്കുക, N 4 ആണ്, K 2 ആണ്. അപ്പൊ 4 മൈനസ് 2 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്രയാണ്, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 24. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ഇൻറ്റു 1. 4 മൈനസ് 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താണ്, 4 മൈനസ് 2 2 ആണ്, 2 ഇൻറ്റു 1. അപ്പോൾ 2 ഇൻറ്റു 1 2ഉം 2 ഇൻറ്റു 1 2. അപ്പോൾ 2 ഇൻറ്റു 2 4. 24/4 6. ഇനി നമ്മുടെ ഫോർമുല എന്താണ്, നമ്മുടെ ഫോർമുല P ഓഫ് X ഈക്വൽ ടു K പറയുമ്പോൾ എത്രയാണ്, X ഈക്വൽ ടു K എന്ന് പറയുമ്പോൾ 2 ആണ് K.
അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു നമുക്കറിയാം എൻ കെന്റെ ഉത്തരം എന്താണ് 6 ആണ്. ഇനി 6 ഇൻറ്റു പി റൈസ് ടു കെ. ഇപ്പൊ പി നമുക്കറിയാം എത്രയാണ് 0.5 ആണ്. റൈസ് ടു കെ പറയുമ്പോൾ എത്രയാണ് 2 ആണ് കെ അല്ലേ. അപ്പോൾ 0.5 റൈസ് ടു 2 ഇൻറ്റു 0.5 സ്ക്വയർ ഇൻറ്റു പി ഇവിടെ എന്താ പറയുക 1 മൈനസ് പി. 1 മൈനസ് എന്താ പറയണത് 1 മൈനസ് 1/2. അപ്പോൾ 1 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം 0.5 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുക അവിടെ 0.5 എഴുതി. മനസ്സിലായോ? അത് അപ്പൊ എന്താണ് 1 മൈനസ് പി പറയുമ്പോൾ എന്താണ് 1 മൈനസ് 0.5 ആണ് 0.5 ആണ്. ഇനി അടുത്ത n മൈനസ് കെ പറയാം. n എത്രയാണ് 4 ആണ്. കെ എത്രയാണ് 2 ആണ്. 4 മൈനസ് 2 ആണ് ഈ 2. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ അടുത്ത് എഴുതി പി ഓഫ് 2 ഈക്വൽ ടു 6 ഇൻറ്റു 0.5ന്റെ സ്ക്വയർ എത്രയാണ് 0.25 ഇൻറ്റു 0.5ന്റെ സ്ക്വയർ എത്രയാണ് 0.25. അപ്പോൾ 6 ഇൻറ്റു 0.25 ഇൻറ്റു 0.25 എത്രയാണ് 0.25 ഇൻറ്റു 0.25 0.625 ആണ്. ഇനി എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് 0.0625 ആണ് നമുക്ക് വരിക. അപ്പൊ അതിനുശേഷം 0.0625 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക 0.375 ആണ് വരിക. അപ്പൊ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 0.375 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് എന്തായിരുന്നു? അതായത് ഒരു കോയിൻ ടോസ് ചെയ്തു 4 വട്ടം. അപ്പൊ n4. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സൈലി 2 ഹെഡ് ആണെങ്കിൽ എന്താണ് പ്രോബിലിറ്റി? പ്രോബിലിറ്റി പറയുന്നത് p 0.5 ആണ്. k 2 ആണ്. അപ്പൊ ഫോർമുല പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ ആണ്. അപ്പൊ എൻ കെ പറയുന്നത് n4 പി കെ 2 ആണ്. അപ്പൊ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 ഫാക്ടോറിയൽ. n4 ആണ് k 2 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് 24. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. 2 ഇൻറ്റു 1 ബ്രാക്കറ്റിൽ 4 മൈനസ് 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 2 4. അപ്പോൾ 24/4 ഈക്വൽ ടു 6. ഇനി പി ഓഫ് 2 നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ കെ എത്രയാണ് തന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടുന്നത്? എൻ കെന്റെ ഉത്തരം എന്താണ്? ഇവിടെ കിട്ടിയത് 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു നമ്മുടെ പി റൈസ് ടു കെ പറയുമ്പോൾ പി എത്രയാണ് 0.5 ആണ്. റൈസ് ടു കെ പറയുമ്പോൾ എന്താണ് പി 0.5 റൈസ് ടു 2 0.5 സ്ക്വയർ ഇൻറ്റു ഇനി അടുത്ത് പി 1 മൈനസ് പി പറയുമ്പോൾ എത്രയാണ് 1 മൈനസ് 0.5 എത്രയാണ് 0.5 ആണ്. അപ്പോൾ 0.5 എന്തെഴുതി n മൈനസ് കെ 4 മൈനസ് 2 ആണ് 2 ആണ്. അപ്പോൾ 0.5 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തെഴുതി പി ഓഫ് 2 ഈക്വൽ ടു 6 ഇൻറ്റു 0.5 സ്ക്വയർ ഇൻറ്റു 0.5 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ 0.375 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇതിന്റെ നമ്മൾക്കിപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾക്കിപ്പം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കണേ. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് 2 പ്രോബ്ലം വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക 2 പ്രോബ്ലം വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക എന്ന്. നമ്മൾ ഇനിയിപ്പം അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കേസ് നമ്മൾ നോക്കേണ്ടത് ഇതേപോലത്തെ 2 പ്രോബ്ലമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണേ. അപ്പൊ അത് നമ്മൾ നോക്കുക. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. അടുത്ത 2 പ്രോബ്ലം കൂടെ ഞാനിപ്പോ പറഞ്ഞെന്നാക്കാവേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫയർ ഡൈ ഈസ് റോൾഡ് 4 ടൈംസ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1/6? അപ്പൊ ഒരു ഫയർ ഡൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഡൈ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? ഇതൊരു ഡൈ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കും ഉണ്ടാകും. അതാണ് ഇതിന്റെ ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ക്യൂബ് ഉണ്ടാകുമല്ലോ. ആ ക്യൂബ് നമ്മൾ പിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ഒന്ന് അതിന്റെ ബാക്കിൽ ഒന്ന്. അപ്പൊ എത്ര 2 പിന്നെ 3 സൈഡ് 4 5 6. മനസ്സിലായോ? ഇത് ഒരു സൈഡ്, ഇത് രണ്ടാമത്തെ സൈഡ്, ഇത് മൂന്നാമത്തെ സൈഡ്, ഇത് നാലാമത്തെ സൈഡ്, ഇത് അഞ്ചാമത്തെ സൈഡ്, ഇതിന്റെ ബാക്ക് സൈഡ് 6. ഇതാണ് നമ്മളെ ഒരു ക്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ക്യൂബിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്തായിരിക്കും 6 ആയിരിക്കും സൈഡ് വരുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഓക്കെ, ക്യൂബ് എന്ന് പറയുമ്പോൾ ക്യൂബിന്റെ മോഡൽ ആയിക്കണം. ഞാൻ പറഞ്ഞ സ്ക്വയർ മോഡൽ നിങ്ങൾ ആലോചിക്കരുത്. ക്യൂബ് എന്ന് പറയുമ്പോൾ ആ മോഡൽ വേണം ആലോചിക്കാൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫയർ ഡൈ വന്നിട്ട് 4 ടൈം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റോൾ ചെയ്തിട്ടുണ്ട്. ആ 4 ടൈം റോൾ ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രോബബിലിറ്റി 1/6 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കേണ്ടത്. ഒരു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ മനസ്സിലാക്കണം n എത്രയാണ് 4, k എത്രയാണ് ഒരു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി k ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഒരു 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം സൈഡ് 6 എണ്ണമാണ്. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം പറയുന്നത് 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം 6 ആണ്. പിന്നെ ഈ പറഞ്ഞ സൈഡ്. അപ്പൊ പ്രോബിലിറ്റി പറയുന്നത് 1/6. അപ്പൊ ഒരു 6 കിട്ടാനുള്ള 6 റോൾ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? 1/6 എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഫയർ ഡൈ വന്നിട്ട് റോൾ ചെയ്തിട്ടുണ്ട് 4 ടൈം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1/6? ഒരു 6 കിട്ടാനുള്ള എക്സാക്ട് ആയിട്ടുള്ള പ്രോബിലിറ്റി എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം n എന്ന് പറയുന്നത് 4 ആണ്, k എന്ന് പറയുന്നത് 1 ആണ്, പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ഇത് എക്സാക്ട് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരു ക്യൂബ് ഇടുമ്പോൾ അത് 2 സൈഡും അതിന്റെ സൈഡിൽ 2 സൈഡ് മേലെ 2 സൈഡ് മൊത്തം 6 സൈഡാണ് വരിക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് n4
ഒരു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. നമ്പർ ഓഫ് സക്സസ് k ഈക്വൽ ടു 1. പി പറയുന്നത് ടോട്ടൽ. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി കാണാൻ നമുക്ക് വൃത്തിയായിട്ട് അറിയാം എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ആണ്. ഫേവറബിൾ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി 1ഉം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി 6ഉം ആണ്. അപ്പൊ 1/6 എഴുതി. മനസ്സിലായോ? അപ്പൊ n4ഉം k1ഉം p എന്ന് പറയുന്നത് 1/6ഉം. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എന്തെന്നറിയാം. അതായത് എൻ കെ ഈക്വൽ ടു എങ്ങനെ 4 വന്ന് നോക്കാം. നമുക്ക് വ്യക്തമായിട്ട് എന്തെന്നറിയാം. എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എന്തായിരുന്നു എൻ ഫാക്ടോറിയൽ ബൈ ഇവിടെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഫോർമുല നോക്കുക. എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എന്താ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടതാ എൻ കെ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ഇതാ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ എന്ത് ഫോർമുല എന്ന് പറയുന്നത്. അതേപോലെ മറ്റേത് മനസ്സിലാക്കുക എന്തായിരുന്നു അത് നമ്മുടെ ഫോർമുല എന്തായിരുന്നു ജസ്റ്റ് മേലെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തായിരുന്നു പി ഓഫ് ഇത് മനസ്സിലാക്കി വെക്കുക എന്തായിരുന്നു പി ഓഫ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതിനോട് തന്നെ എഴുതി വെക്കുക കേട്ടോ. പി ഓഫ് എക്സ് ഈക്വൽ ടു കെ അല്ലെ ഈക്വൽ ടു എന്താ ഫോർമുല എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത് അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എന്ത് പറഞ്ഞിട്ടുണ്ട് എൻ കെ റൈസ് ടു ഇപ്പൊ എന്താ പറയുക പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഈ ഫോർമുലയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങളിപ്പോ എന്താ നോക്കണ്ടേ അപ്പൊ നമുക്കറിയാം ഇവിടെ എൻ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്താണ് എൻ ഫാക്ടോറിയൽ ആണ് അല്ലെ. എൻ ഫാക്ടോറിയൽ പറഞ്ഞാൽ നമുക്കറിയാം 4 × 3 × 2 × 1 ആണ്. അത് എത്രയാണ് നമുക്കറിയാം 4 × 3 12 12 × 2 24 ആണ് അല്ലെ. അപ്പൊ 24 എന്ന് അറിയാം അല്ലെ. അപ്പൊ 24 ബൈ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കെ ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്രയാണ് കെ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. അപ്പൊ 1 ഫാക്ടോറിയൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത് മനസ്സിലായോ കാരണം കെ ഈക്വൽ ടു 1 ആണല്ലോ. എന്നിട്ട് ഇനി ഇവിടെ എന്താ എൻ എത്രയാണ് മൊത്തം തന്നിരിക്കുന്നത് 4 ആണ്. 4 മൈനസ് എത്രയാണ് കെ 1 ആണ്. അപ്പൊ 4 മൈനസ് 1 ഫാക്ടോറിയൽ പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് 24/1 ഇൻറ്റു 1 എങ്ങനെ വന്ന് 1 ഫാക്ടോറിയൽ ആണ്. ഓക്കെ അപ്പൊ 1 തന്നെ ആൻസർ. 4 മൈനസ് 1 എത്രയാണ് 3 ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്കറിയാം 1 എത്ര 3 ഫാക്ടോറിയൽ പറയുമ്പോൾ എത്രയാണ് 3 × 2 × 1 അപ്പൊ 6 ആയി. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് 24/6 ഈക്വൽ ടു എത്ര വരിക 4. ഇങ്ങനെയാണ് ഈ 4 കിട്ടിയത് മനസ്സിലായോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫോർമുല എൻ കെ എന്ന് പറഞ്ഞാൽ ആദ്യ ഫോർമുല എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ ഇൻറ്റു പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് കെ. ഇതാണ് ഫോർമുല. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത് എന്താ നോക്കണ്ടേ പറയാം എൻ കെ കാണാനുള്ള ഫോർമുല എന്താ എൻ ഫാക്ടോറിയൽ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് കെ ഫാക്ടോറിയൽ ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് ഒരു ഫയർ ഡൈ വന്നിട്ട് 4 ടൈം വന്നിട്ട് ടോസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് അറിയാം എന്താണ് എൻ എന്ന് പറയുന്നത് 4 ആണ് എന്ന് വൃത്തിയായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ഇനി അടുത്തത് എന്താ മനസ്സിലാക്കേണ്ടത് n 4 ആണെന്നുണ്ടെങ്കിൽ എൻ ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്രയാണ് 4 × 3 × 2 × 1 പറഞ്ഞാൽ അത് 24 ആണ്. ഇനി അടുത്ത് കെ ഫാക്ടോറിയൽ കെ 1 ആണ് അപ്പോൾ 1 എഴുതി. എൻ മൈനസ് കെ പറയുമ്പോൾ എത്രയാണ് n 4ഉം കെ 1 4 മൈനസ് 1 ഫാക്ടോറിയൽ 3. അപ്പൊ 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്ര 3 × 2 × 1 ആണ്. അപ്പൊ 3 × 2 × 1 ആണ് എന്ത് ഈ 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ അപ്പൊ അതാണ് 6. 24/6 കൂടെ എത്രയാണ് 4 കിട്ടി മനസ്സിലായോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വ്യക്തമായിട്ട് അത് കെ ആണെന്ന് അറിയാം. അപ്പൊ കെ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഉടനെ തന്നെ ആലോചിക്കേണ്ടത് വരെ നമുക്കറിയാം പി ഓഫ് കെ പറയുന്നത് 1 ആണ്. പി ഓഫ് കെ ഈക്വൽ ടു 1 ആണ്. അപ്പൊ പി ഓഫ് 1 ഈക്വൽ ടു ഇപ്പൊ എൻ കെ എന്ന് പറയുമ്പോൾ എൻ കെയുടെ ആൻസർ എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ എൻ കെ എന്ന് ചെയ്തപ്പോൾ 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 4 ഇൻറ്റു അതേപോലെ പി റൈസ് ടു കെ എന്ന് പറയുമ്പോൾ എത്രയാണ് 1 പി പറയുന്നത് 1/6 ആണ്. 1/6 റൈസ് ടു കെ എത്രയാണ് 1 ഇൻറ്റു ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് 1 മൈനസ് പി ആണ്. 1 മൈനസ് പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി പറയുന്നത് 6 ആണ്. അപ്പൊ 1 മൈനസ് പി ഈക്വൽ ടു എങ്ങനെ ചെയ്യാം 1 മൈനസ് പി പറയുമ്പോൾ പി എത്രയാണ് 1/6. അപ്പൊ എത്രയാണ് ഇവിടെ 6 ഇൻറ്റു വെള്ളപ്പെടാം അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ 6 ഇൻറ്റു 1 എത്രയാണ് 6 1 ഇൻറ്റു 1 എത്രയാണ് 1. അപ്പൊ എത്രയാണ് 6 മൈനസ് 1 എത്രയാണ് 5/6 വരും. അപ്പൊ എന്താ എഴുതി 5/6 റൈസ് ടു ഇവിടെ എന്ന് പറഞ്ഞാൽ n മൈനസ് കെ n എത്രയാണ് 4 കെ എത്രയാണ് 1 4 മൈനസ് 1 അങ്ങനെയാണ് 5/6 റൈസ് ടു 3. അപ്പൊ പി ഓഫ് 1 ഈക്വൽ ടു എങ്ങനെ ചെയ്യാം 4 ഇൻറ്റു 1/6 ഇൻറ്റു 5/6 ഹോൾ ക്യൂബ് പറഞ്ഞാൽ 5ന്റെ ക്യൂബ് എത്രയാ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എത്രയാ 125
6 ഇൻറ്റു 6 എത്ര 6 ഇൻറ്റു 6 36 36 ഇൻറ്റു 6 എത്രയാണ് 216. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. 216 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? പി ഓഫ് 1 ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി 4 ഇൻറ്റു 1/6 പറഞ്ഞാൽ 1/6 ഇൻറ്റു 125/5 ക്യൂബ് 125 6 ക്യൂബ് 216. അപ്പൊ പി ഓഫ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 1/6 ഇൻറ്റു 125 216 ആണ്. അപ്പൊ 1 ഇൻറ്റു 125 216 ഇൻറ്റു 6 ആണ് എത്ര കിട്ടിയത്? 1296. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 216 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണ്. 3 ബാലൻസ് ആണ്. 1 ഇൻറ്റു 6 എത്രയാണ്? 6 പ്ലസ് 3 എത്രയാണ്? 9. 2 ഇൻറ്റു 6 എത്രയാണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലായി 2 ഇൻറ്റു 12. അപ്പോൾ 1296. അപ്പോൾ 500/296 ആണ് എത്ര കിട്ടിയിരിക്കുന്നത്? 0.3858 കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ഒരു ഡൈ വന്നിട്ട് 4 ടൈം ഇട്ട് കഴിഞ്ഞു, അതിന്റെ പ്രോബബിലിറ്റി എക്സാക്ട്ലി 16 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താണെന്നാ ചോദിച്ചിരിക്കണേ. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. കെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? കിട്ടാനുള്ള സക്സസ് എത്രയാണ്? 1 ആണ്. പ്രോബിലിറ്റി ഒരു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി ഇപ്പോൾ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഇത് റോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ, ഫയർ ഡൈ ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ, ഒരു ഡൈ എന്ന് പറയുന്നത് മൊത്തം 6 സൈഡ് ആണ്. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 1, പോസിബിൾ ഔട്ട്കം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എത്രയാണ്? 6 ആണ്. അപ്പൊ 1/6 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? nk ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? n ഫാക്ടോറിയൽ പറഞ്ഞാൽ 4 ആണ്. n 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 24. k ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ n മൈനസ് k പറയുമ്പോൾ എത്ര? 4 മൈനസ് എത്ര വരിക? 1 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 24/4 ഈക്വൽ 6 ഈക്വൽ ടു ആണ് എത്രയാണ്? 4 കിട്ടിയത്. പിന്നെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ഓഫ് x ഈക്വൽ ടു k ഈക്വൽ ടു nk ഇൻറ്റു പി k റൈസ് ടു k ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു n മൈനസ് k. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഓഫ് k പറയുമ്പോൾ എത്രയാ? പി ഓഫ് 1 x ഈക്വൽ ടു k പറയുമ്പോൾ k 1 ആണ്. പി ഓഫ് 1 ഈക്വൽ ടു nk ന്റെ ഉത്തരം എന്താണ്? 4 ഇൻറ്റു പ്രോബബിലിറ്റി എന്താണ്? പി ഇവിടെ എന്താ പറയുക? പി റൈസ് ടു k. പി എത്രയാണ്? 1/6 റൈസ് ടു k എത്ര? 1 ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു n മൈനസ് k പറയുമ്പോൾ 1 മൈനസ് പി പറയുമ്പോൾ 1 മൈനസ് 1/6 എത്രയാ? 1 ഇൻറ്റു 6. നമ്മളിവിടെ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. 1 ഇൻറ്റു 6 6 മൈനസ് 1/6 ആണ് 5/6. അപ്പൊ 5/6 റൈസ് ടു 3 എഴുതി. 3 എങ്ങനെയാ വന്നത്? n മൈനസ് k എന്ന് പറയുമ്പോൾ എത്രയാണ്? n 4ഉം k പറയുന്നത് 1ഉം. അപ്പൊ 4 മൈനസ് 1 3 ആണ്. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 1/6 റൈസ് ടു 1 1/6 5/6 ഹോൾ ക്യൂബ് 5 ഇൻറ്റു ക്യൂബ് 125 6 ഇൻറ്റു ക്യൂബ് 216. പി ഓഫ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 125/296 നമ്മൾ ചെയ്യുക. മനസ്സിലായോ? 125/296 എന്ന് പറയുമ്പോൾ എന്താണ്? 125 ഇൻറ്റു 4 പറയുന്നത് 500 1296 നമ്മൾ എന്ത് എഴുതി ചെയ്തു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? അതായത് നമുക്ക് 0.3858 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അതായത് 125 ഇൻറ്റു 1 125 എഴുതി 6 ഇൻറ്റു 216 നമ്മൾ ചെയ്തു. അതിൽ കിട്ടിയ ഉത്തരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? 4 മൾട്ടിപ്ലൈ ചെയ്യുക. 0.386 കിട്ടുക. ഓക്കെ, കിട്ടിയ ആൻസർ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ അസ്ലമിയ. നമുക്കത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ പോയിന്റ് കിട്ടണം അത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ബയസ്ഡ് കോയിൻ എന്ന് പറയുന്നത് 0.7 ആണ് പ്രോബബിലിറ്റി. ഇൻ കേസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് വന്നിട്ട് ഇപ്പൊ കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ അടുത്തൊരു ലിങ്ക് ക്രിയേറ്റ് ആകും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ കയറണേ. അങ്ങനെ പോവരുത് ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ ക്ലാസ് കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു ലിങ്ക് ഉണ്ടാകും. ആ അടുത്തൊരു ലിങ്കിൽ തന്നെ ക്ലാസ്സിൽ കയറാൻ. ഓക്കെ, അത് അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ബയസ്ഡ് കോയിൻ ഹാസ് എ 0.7 പ്രോബബിലിറ്റി. ഒരു കോയിന് വന്നിട്ട് ആക്ച്വലി 0.7 ആണ് പ്രോബബിലിറ്റി ഉള്ളത് ഓഫ് ലാൻഡിങ് ഹെഡ്സ്. ഇറ്റ് ഈസ് ഫ്ലിപ്പ്ഡ് 5 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ഹെഡ്സ്. അപ്പൊ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ നോക്കണ്ടേന്ന് വെച്ചാൽ ഇവിടെ ഒരു കോയിനിൽ 0.7 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P = 0.7 ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് 5 എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ n = 5 ആണ്. പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്പർ ഓഫ് സക്സസ് കിട്ടാനുള്ള ചാൻസ് k = 3 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് nk = എന്താ n ഫാക്ടോറിയൽ ബൈ പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് k ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് k ഫാക്ടോറിയൽ ആണെന്ന് അറിയാം അല്ലേ. പിന്നെ നമുക്ക് എന്തെന്നറിയാം, അടുത്ത ഫോർമുല എന്തെന്നറിയാം, p of x = നമുക്കറിയാം എന്താണ് p of x = k എന്നറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ മിനിറ്റ്, നിങ്ങൾക്കിപ്പം എങ്ങനെ നമ്മൾ നോക്കണ്ടേന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം എന്താണ് p of x = k ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം, ഇവിടെ നമ്മൾ അതേ ഫോർമുല എടുത്തത് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എഴുതി വെക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്, p of x = k nk എന്ന് ആദ്യം എഴുതുക. എന്താ എഴുതേണ്ടത്, x = k nk എന്ന് എഴുതുക. nk എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, n ഫാക്ടോറിയൽ ബൈ, അപ്പോൾ nk = എന്താ ചെയ്യേണ്ടത്, n ഫാക്ടോറിയൽ ബൈ അടുത്ത് എന്താ എഴുതേണ്ടത്, k ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് nk × p⁻k × 1 - p ആണ്. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ ഫോർമുല p of x = k ആണ്. p of x = k എഴുതിയതിന് ശേഷം എന്തായിരുന്നു, ആക്ച്വലി nk എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. nk എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതുക, അത് ബ്രാക്കറ്റിൽ ഇടുക. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടേണ്ട കേസിൽ അതാണ് nk എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞു. ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു pk. അപ്പോൾ എന്താ എഴുതുക, p⁻k. പിന്നെ അടുത്ത് എന്താ എഴുതുക, p⁻, എന്താ കൊടുത്തിരിക്കുന്നത്, 1 - p⁻n-k. ഓക്കെ, എന്തായിരുന്നു 1 - p⁻n, അടുത്തത് നോക്കട്ടെ n-k ആണ് നോക്കണ്ടേ. മനസ്സിലായോ? ഓക്കെ, ഇത് വ്യക്തമായിട്ട് ക്ലിയർ ആയിരിക്കണം. എന്തായിരുന്നു നമ്മുടെ ഫോർമുല, p of x = k എന്ന് എഴുതിയിട്ടുണ്ട്, nk × p⁻k × 1 - p⁻n-k. ഇതാണ് ഫോർമുല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്നറിയാം, n എത്രയാണ്, 5 ആണെന്ന് അറിയാം. പിന്നെ എന്തെന്നറിയാം നിങ്ങൾക്ക്, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.7 ആണെന്ന് അറിയാം. പിന്നെ k എത്രയാണ്, സക്സസ് 3 ആണെന്ന് അറിയാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, nk എന്ന് പറയുമ്പോൾ എത്രയാണ്, 5 ആണ് n. k എത്രയാണ്, k എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 5k. പിന്നെ നമ്മുടെ ഫോർമുല എന്താ, nk = n ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്ര, 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയലിന്റെ അർത്ഥം എന്താ, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1 ആണ്. 5 × 4 എത്രയാ, 20. 20 × 3 എത്ര, 60. 60 × 2 എത്രയാണ്, 120. അപ്പോൾ എത്ര കിട്ടി, ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 120 കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തത് 3 ഫാക്ടോറിയൽ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, k ഫാക്ടോറിയൽ പറഞ്ഞാൽ എത്ര, 3 ഫാക്ടോറിയൽ. 3 × 2 × 1 എത്ര, 3 ഫാക്ടോറിയൽ. 3 × 2 × 1 എത്ര, 6 കിട്ടി. ഇൻറ്റു 5 - 3. n പറയുന്നത് 5 ആണ്, k പറയുന്നത് 3 ആണ്. അപ്പോൾ എന്താണ്, 5 - 3 പറയുന്നത് 2 ഫാക്ടോറിയൽ ആണ്. മനസ്സിലായോ? അപ്പോൾ 2 ഫാക്ടോറിയൽ പറയുമ്പോൾ 2 × 1 ആണ്. അപ്പോൾ എന്താ കിട്ടി, 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, 6 × 2 12. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, 120/12 ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, 10. മനസ്സിലായോ? 12 2 കൂടെ ക്യാൻസൽ ആകുമ്പോൾ എത്രയാണ്, 1 0. അപ്പോൾ 10. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, p of x = k എന്ന് പറയുമ്പോൾ എത്രയാണ്, k എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, p of k എന്ന് പറയുമ്പോൾ എത്രയാണ് മനസ്സിലാക്കേണ്ടത്, k എന്ന് പറയുന്നത് 3 ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കേണ്ടത്, p of k എന്ന് പറയുമ്പോൾ 3 അല്ലേ. അപ്പോൾ p of 3 = എന്ന് നമ്മൾ ചെയ്തു. മനസ്സിലായോ? എങ്ങനെ 3 വന്നത്, കാരണം p of x = k അല്ലേ. അപ്പോൾ x എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, x = k എന്ന് പറയുമ്പോൾ k പറയുന്നത് 3 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ k ന് 3 എഴുതി കഴിഞ്ഞെന്ന് വെച്ചാൽ ഉടനെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ ഫോർമുല എന്താണ്, p of x = k = nk × p⁻k × 1 - p⁻n-k. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ p of k എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ p of x = k എന്ന് പറയുമ്പോൾ k ന്റെ ആൻസർ ആണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, p of 3 = നമ്മളിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് തന്നിട്ട്, nk യുടെ ഉത്തരം എന്താ, 10. അപ്പോൾ 10 എഴുതി. × p⁻k. p എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി എത്ര തന്നിരിക്കുന്നത്, 0.7 ആണ് നമുക്ക് പ്രോബബിലിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതി, 0.7. റൈസ് ടു ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, റൈസ് ടു k എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ k എന്ന് പറയുമ്പോൾ എത്രയാണ്, 3. അപ്പോൾ 0.7 റൈസ് ടു 3 × 1 - p പറയുമ്പോൾ എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1 - 0.7 പറയുമ്പോൾ എത്രയാ, 0.3 ആണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ഈ 0.3 വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതി, 0.3
റൈസ് ടു എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട n-k ആണ്. ഈ n-k എന്ന് പറയുമ്പോൾ n എത്ര തന്നിരിക്കണേ 5, k എത്ര തന്നിരിക്കണേ 3. അപ്പൊ 5 - 3 എത്രയാണ് 2 വന്നു. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ P of 3 equal to 10 into 0.7 ക്യൂബ് എത്രയാണ്? അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട 0.343 എങ്ങനെ വന്ന 0.7 into 0.7 into 0.7 അങ്ങനെയാണ് 0.343. ഇനി 0.3 സ്ക്വയർ എങ്ങനെ വന്നത്? അതായത് 0.3 into 0.3 ആണ് എന്ത് 0.09. മനസ്സിലായോ? അപ്പൊ P of 3 equal to 10 into 0.343 into 0.09 ആണ് എത്ര വരിക 0.03087 വരിക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക 0.3087 കിട്ടുക. മനസ്സിലായോ? ഇത് എളുപ്പമാണ്, ആദ്യം തന്നെ കണ്ടുടനെ പേടിക്കല്ലേ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ആ ഫോർമുല ഒന്ന് പഠിക്കുക, അതിൻ്റെ ഐഡിയ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, പേടിക്കണ്ട. ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കേസേ ഉള്ളൂ. ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു ബൈസ്ഡ് കോയിനില് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പോൾ അത് എത്രയാണ് 5 ടൈം വന്നിട്ട് ഇട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ അതിന്റെ പ്രോബബിലിറ്റിയാണ് എക്സാക്ട്ലി 3 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കണേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.7 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടൈം എന്ന് പറയുന്നത് n5 തന്നിട്ടുണ്ട്, 3 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എക്സാക്ട് ആയിട്ട്. അപ്പോൾ നമ്പർ ഓഫ് സക്സസ് കിട്ടാനുള്ളതാണ് k = 3. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഫോർമുല എന്താ ശരിക്കും? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് P of x = k = nk into p raised to k into 1 - p raised to n - k. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ അതേപോലെ nk യുടെ ഫോർമുല എന്താ? nk = n factorial by k factorial into n - k factorial ആണ് ഇതിന്റെ ഫോർമുല. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യം, ആദ്യം നമ്മൾ ഈ ഇത് ചെയ്യുക. n എത്രയാണ് നമ്മുടെ തന്നിരിക്കുന്നത് 5 അല്ലേ, 5 എഴുതി. k എത്ര ഇവിടെ തന്നിരിക്കുന്ന നമ്പർ, അപ്പൊ 3 എഴുതി. അപ്പൊ നമുക്കറിയാം എന്താ അതിന്റെ ഫോർമുല, n ഫാക്ടോറിയൽ പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ആണ്. അപ്പൊ 5 ഫാക്ടോറിയൽ പറഞ്ഞ വ്യക്തമായി ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫാക്ടോറിയൽ എങ്ങനെ എടുക്കുക? 5 × 4 × 3 × 2 × 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 × 4 20 ആണ്, 20 × 3 60 ആണ്, 60 × 2 120 ആണെന്ന് എഴുതി. ഇവിടെ എഴുതി. അതിനുശേഷം ബൈ എന്താ പറഞ്ഞിരിക്കുന്നത് 3 ഫാക്ടോറിയൽ പറഞ്ഞ എത്ര 3 × 2 × 1 പറയുമ്പോൾ എത്ര 6 ആണ്. അപ്പൊ അതിനുശേഷം ഇൻറ്റു 5 - 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 5 - 3 എത്ര 2 ഫാക്ടോറിയൽ എത്ര 2 × 1. അപ്പൊ എത്ര 2 ആണ്. അപ്പൊ 6 × 2 12. അപ്പൊ 120/12 നമുക്ക് എത്ര കിട്ടി? രണ്ടും കൂടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വന്നത്? അതായത് 120/12 = നമുക്ക് കിട്ടിയത് എന്ത് കിട്ടി? അതായത് 12 കട്ട് ചെയ്ത് 10 കിട്ടി. ഇനി അതിനുശേഷം നമ്മുടെ ഫോർമുലയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ നോക്കുക, എന്താ P of x = k ആണ്, ഈക്വൽ ടു നമ്മുടെ ഫോർമുല nk into p raised to k into 1 - p raised to n - k ആണ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? P of 3 ആണ്. P of 3 എന്ന് പറയുമ്പോൾ കാരണം നമുക്കറിയാം ഇവിടെ P of x = k പറയുമ്പോൾ P of k എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? x = k. P of 3 = എന്ന് എഴുതി. k 3 ആണല്ലോ. അതിനുശേഷം നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഒരൊറ്റ കേസ് ആണ് എന്താണ്? nk എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? nk യുടെ ഉത്തരം 10 കിട്ടിയപ്പോൾ 10 എഴുതി. ഇൻറ്റു p raised to k എന്ന് പറയുമ്പോൾ p 0.7 ആണ്. 0.7 raised to k എന്ന് പറയുന്നത് 3 ആണ്. 0.7 raised to 3 എഴുതി. ഇൻറ്റു നമ്മൾ എന്താ എഴുതട്ടെ? 1 - p പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? p എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ള അവിടെ എന്താണ്? 0.7 ആണ്. 1 - 0.7 പറഞ്ഞാൽ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. 1 - 0.7 പറഞ്ഞാൽ 0.3 ആണ്. അപ്പോൾ 0.3 raised to n - k പറയുമ്പോൾ n എത്രയാണ്? 5 ആണ്. 5 - 3 2 ആണ്. അപ്പൊ നമ്മൾ എഴുതി P of 3 = 10 × 0.7 ക്യൂബ് എത്ര? ക്യൂബ് പറഞ്ഞാൽ എന്താ? 0.7 × 0.7 × 0.7 എത്ര? 0.343. 0.3 സ്ക്വയർ എത്രയാണ്? 0.09. അങ്ങനെ P of 3 = 10 × 0.343 × 0.09 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 0.3087 വന്നത്. ഓക്കെ, ഇതിപ്പോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ആയിരത്തി 296 × 4 കഴിഞ്ഞ പ്രോബ്ലം ആണോ ചോദിക്കണേ? അങ്ങനെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ 4 × 1. ഇപ്പോൾ 4 × 1 ഇപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ 4 × 1/6 ഇപ്പോൾ 100 1 × 120 എത്ര കിട്ടി? 125 ചെയ്തു. 6 × 216 എത്ര ചെയ്തു? 1296 ചെയ്തു. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്ത് നോക്കാം. 104 × 125/1296. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 125 × 4 ചെയ്തതിന് ശേഷം അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആവും തോന്നുന്നുണ്ട്. മനസ്സിലായോ?
ഓക്കെ 4 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. അതേ ഇൻറ്റു 4 ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇത് ഡയറക്റ്റായി കിട്ടും. മനസ്സിലായോ? ഈ ഫൈനൽ ആൻസർ വരണ്ടോ നോക്കിയാൽ മതി. അപ്പം നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 125 ഇൻറ്റു ഇവിടെ എന്ത് പറഞ്ഞു 125 ഇൻറ്റു 4 അല്ല 5 ഇൻറ്റു 4 എത്രയാണ് 20 2 ഇൻറ്റു 4 8 8 പ്ലസ് 2 10 1 ഇൻറ്റു 4 എത്രയാണ് 1 ഇൻറ്റു 4 4 അപ്പോൾ 500 കിട്ടി അല്ലേ 500 കിട്ടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ 4 ഇൻറ്റു 1296. അപ്പോൾ ഇവിടെ എന്താ 1296 ഇൻറ്റു 4 അപ്പോൾ 64 എത്രയാണ് വരിക 24 വരും അല്ല. ഒരു 4 4 24 3 12 4 14 24 എത്ര 64 24 2 ബാലൻസ് വന്നു. 9 ഇൻറ്റു 4 എത്രയാണ് 36 2 എത്രയാണ് 38 3 വന്നു. 8 2 ഇൻറ്റു 4 എത്രയാണ് 8 3 എത്രയാ അതായത് 11 വരും. അപ്പോൾ 1 വന്നു. അപ്പോൾ എത്ര വന്നു 1 ഇൻറ്റു 1 1 ഇൻറ്റു 4 എത്ര 4 4 പ്ലസ് 4 അപ്പോൾ 584. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ഈ 5184 നമ്മൾ കട്ട് ചെയ്യുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈ 5184 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. 5184 നമ്മളിപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇപ്പോൾ 2ൽ നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് നോക്കുക നമ്മുടെ കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക 2ൽ പോകുക 4ൽ പോകാൻ നോക്കുക. 4ൽ പോകുകയാണെങ്കിൽ 1ൽ നമുക്ക് 4ൽ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ 5184/4 ആണെന്നുണ്ടെങ്കിൽ എത്രയാ 5ൽ 4 എത്ര ഒരു വട്ടം പോകും അല്ലേ. ബാക്കി എത്രയുണ്ട് ബാക്കി ഇപ്പം എന്താണ് അപ്പോൾ ബാക്കി ഇപ്പം എത്ര വന്നു 11 വന്നു. 11ൽ എത്രയാണ് 2 വട്ടം പോകും. 2 4 എത്ര വന്നു 8 വന്നു. ഇപ്പോൾ ബാക്കി എത്രയുണ്ട് ഇവിടെ അപ്പോൾ 5ൽ വന്നിട്ട് 4 പോയി. ഇപ്പോൾ എത്ര വന്നു 1 വന്നു. ബാക്കി 1 അപ്പോൾ 11 വന്നു. അപ്പോൾ 2 ഇൻറ്റു 4 എത്രയാണ് 8 വന്നു. ബാക്കി 3 38 വന്നു. 31 നമുക്കറിയാം എത്രയാണ് 9 വന്നു. 94 36 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്കി എത്ര വന്നതാ 24. അപ്പോൾ 6 4 24 കട്ട് ചെയ്ത് ഇവിടെ 4 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1290 ഇപ്പോൾ കിട്ടിയല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ 4 ഇൻറ്റു 125 ആയി 1296 പറയുമ്പോൾ 4 ഇൻറ്റു 125 നമുക്ക് 500 കിട്ടി. പിന്നെ 1296 ഇൻറ്റു 4 ചെയ്തപ്പോൾ എത്ര 1296. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെ 1296 ഇൻറ്റു 4 ചെയ്തപ്പോൾ നമുക്ക് വ്യക്തമായി കിട്ടിയിട്ടുണ്ട് 5184. അപ്പോൾ 5284 നമ്മൾ എന്ത് കട്ട് ചെയ്ത് എടുക്കുക ചെറിയ നമ്പർ ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് 0.3858 കിട്ടുക. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയോ? ആയിരത്തി 296 ഇൻറ്റു 6 4 24 2 54 36 2 38 3 4 8 4 24 4 2 2 വന്നു. 54 36 2 38 3 9 10 11 1 4 അല്ലല്ലോ 5184 ആണല്ലോ വരിക. ഒന്നും കൂടെ ചെയ്ത് നോക്കിയേ 1296 ഇൻറ്റു 4 ഇപ്പൊ ക്ലിയർ ആയോ ഫാത്തിമ അനീഷ ഫാത്തിമ? 1296 ഇൻറ്റു 4 തന്നെ ഞാനും ചെയ്തേ. എന്താ എത്ര കൺഫ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. 1296 ഇൻറ്റു 4 4 ഇൻറ്റു 6 എത്രയാ 24. അപ്പോൾ എത്രയാ 2 വന്നില്ലേ. 9 ഇൻറ്റു 4 എത്രയാ 36. 36 പ്ലസ് 2 എത്രയാ 38 അല്ലേ. 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 8 അല്ല. അപ്പോൾ 8 പ്ലസ് 3 എത്രയാണ് 11. അപ്പോൾ 1 ഇൻറ്റു 4 എത്രയാണ് 4 4 പ്ലസ് 1 5 5184 കിട്ടും. ഇപ്പോൾ ക്ലിയർ ആയോ അനീഷ? ഓക്കെ അസ്ലമിയ. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒന്ന് എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഇപ്പോൾ അസ്ലമി റെസ്പോണ്ട് ചെയ്തു, അനീഷ പറഞ്ഞു, ബാക്കിയുള്ളവർ ആരും പറയുന്നില്ല. കിട്ടുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ വന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ. ആരും റെസ്പോണ്ട് ചെയ്യണില്ല. എന്ത് പറ്റി പേടിച്ചോ? എളുപ്പമാണ് കേട്ടോ, ഒന്ന് നോക്കിയാൽ കിട്ടും. ജിൻസി, അസീന, അനീഷ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അനീഷ? 1296 എങ്ങനെ വന്നെന്ന്? പ്രവിത, അസീന, അപർണ ക്ലിയർ ആയോ? പ്രിൻസി, രമ്യ, അസീന, ദേവിക. ഓക്കെ അനീഷ അപ്പൊ ഓക്കെ ആണോ? ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം അനീഷ.
അനീഷ ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? ശരണ്യ പ്രിൻസി, ഓക്കെ, അസ്ലമിയ, അപർണ, രമ്യ, ശരണ്യ, പ്രിൻസി. അത് നന്നായി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി, അപ്പൊ കിട്ടും കേട്ടോ. നമുക്ക് നാളത്തെ മോക്ക് ടെസ്റ്റിൽ ഇപ്പൊ നമ്മളിപ്പം അടുത്ത പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. എടുത്തതിന് ശേഷം നാളത്തെ ഇതുണ്ടല്ലോ, നാളത്തെ മോക്ക് ടെസ്റ്റില് എന്താ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അതും ഇന്നത്തെയും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഉണ്ടായി നോക്കണേ. ഇന്നലെ നമ്മൾ എടുത്ത സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ, ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിളും ഇന്നത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഇപ്പൊ എടുക്കാൻ പോകുന്ന പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ആയിട്ടായിരിക്കും വരിക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതേപോലെ വൃത്തിയായി വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അനീഷ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, ഞാനിപ്പം അടുത്തയിലോട്ട് പോകാം. അടുത്തയിലോട്ട് പോയിട്ട് ഇപ്പോൾ അനീഷയ്ക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി അടുത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നോക്കിയത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അടുത്ത് നമുക്ക് എവിടേക്ക് പോകാം? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇ റൈസ് ടു ഇതെന്താ വായിക്കാന്ന് വെച്ചാൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാതാ, പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാവേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. അപ്പോൾ എന്താ എഴുതി? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുക, ഇ റൈസ് ടു മൈനസ് ഇവിടെ എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ ഇതിന് വായിക്കുന്നതാണ് എന്താണെന്നറിയോ? ലാംഡ. ഓക്കെ, ഇ റൈസ് ടു മൈനസ് ലാംഡ. പിന്നെ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ലാംഡ റൈസ് ടു എന്താ എഴുതിയിരിക്കണേ? കെ ബൈ എന്താ എഴുതിയിരിക്കുന്നത്? കെ ഫാക്ടോറിയൽ. ഓക്കെ, എന്തായിരുന്നു വായിക്കുക? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു കെ ഫാക്ടോറിയൽ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ആണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി കെ. പ്രോബബിലിറ്റി ആണല്ലോ പി എന്ന് വെച്ചാൽ. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ എത്ര ഈവൻ്റ് ആണ് ഒക്കർ ചെയ്യണം, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? കെ എന്ന് പറഞ്ഞു കൊടുക്കുക. അത് നമുക്ക് ഓൾറെഡി ബൈനോമിയൽ പഠിച്ചതാണ്. ഇനി ലാംഡ എന്ന് പറയുന്നത് എന്താ ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ മീൻ നമ്പർ ഓഫ് ഒക്കറൻസ്, എത്രയാണ് എക്സ്പെക്ടഡ് റേറ്റ്, അതാണ് നമ്മുടെ ലാംഡ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്പർ ഓഫ് ആക്ച്വൽ ആയിട്ട് എത്ര ഒക്കർ ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ആക്ച്വൽ ഒക്കറൻസ് ആണ് എന്ന് പറയുന്നത് ഈ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റെ വാല്യൂ ഉണ്ടല്ലോ എപ്പോഴും 2.718 ആയിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്നതാണ് എന്താണ്? യൂളേഴ്സ് നമ്പർ ആണ്. ഓക്കെ, എന്തായിരുന്നു നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? യൂളേഴ്സ് നമ്പർ ആണ്. യൂളേഴ്സ് നമ്പർ ആണ്. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ ഇന്റെ വാല്യൂ 2.718 ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ കെ ഫാക്ടോറിയൽ പറഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് കെ ആണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാവേണ്ടത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല ഫോർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു കെ. അത് കാണാനുള്ള ഫോർമുല ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി കെ ആണ്. കാരണം പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണല്ലോ. അപ്പം അത് എത്ര ഈവൻ്റാ ഒക്കർ ചെയ്യണേ, അതാണ് കെയിൽ കൊടുക്കുക. ലാംഡ എന്ന് പറഞ്ഞാൽ മീൻ നമ്പർ ഓഫ് ഒക്കറൻസ്, എത്ര പ്രാവശ്യമാണ് ഒക്കർ ചെയ്തുകൊണ്ടിരിക്കണേ, എക്സ്പെക്ടഡ് റേറ്റ് എത്രയാണ്, അതാണ് ലാംഡയിൽ കൊടുക്കുക. കെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ആക്ച്വൽ ഒക്കറൻസ്, എത്ര വന്നിട്ട് ഒക്കർ ആകും. ലാംഡ എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് എക്സ്പെക്ടഡ് റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ യൂളേഴ്സ് നമ്പർ പ്രകാരം ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.718 ആണ്. എന്താ യൂളേഴ്സ് നമ്പർ? അതിന് നമുക്ക് അത് എങ്ങനെ നമ്പർ എടുക്കണേ പറഞ്ഞുതരാം കേട്ടോ. കെ എന്ന് പറഞ്ഞാൽ കെ ഫാക്ടോറിയൽ ആണ്. നമുക്ക് അതറിയാം ഇത് എങ്ങനെ റീഡ് ചെയ്യുക? കെ ഫാക്ടോറിയൽ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതൊക്കെ എന്തൊക്കെയാന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂളേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇന്റെ വാല്യൂ എത്രയാണ്? ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.718 ആണ് ഇന്റെ വാല്യൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് ഡിഫൈൻ? ലിമിറ്റ് ഓഫ് എ സ്പെഷ്യൽ മാത്തമാറ്റിക്കൽ സീക്വൻസ് ആണ്. അതിന്റെ ലിമിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് നാച്ചുറലി, ഗ്രോത്തിലൂടെ അപ്പിയർ ആവാം, പ്രോബബിലിറ്റി ആവാം, കാൽക്കുലേറ്ററിൽ. അപ്പൊ എന്താണ് ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇന് ലിമിറ്റ് എൻ ഇൻഫിനിറ്റി, ഇതെന്തിന്റെ ചിഹ്നം എന്താ? ഇൻഫിനിറ്റി അല്ലെ, ഇൻറ്റു 1 + 1/n ഹോൾ റൈസ് ടു n ആണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട സാധനം മാത്രം പറയുന്നത് എങ്ങനെ വന്നേന്നാ പറഞ്ഞത്, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വന്നേന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ?
ഈ പറഞ്ഞ എക്സ്പയറുടെ വാല്യൂയുടെ ലിമിറ്റ് n ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ n തന്നിട്ടുണ്ട് 1+1/n ഹോൾ റൈസ് ടു n തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇന്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 2.000 ആണ്. 10 ആണെങ്കിൽ 2.5937 ആണ്. 100 ആണെങ്കിൽ 2.7048 ആണ്. 1000 ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2.7169 ആണ്. 10,000 ആണെന്നുണ്ടെങ്കിൽ 2.7181. അപ്പൊ എന്താണ്? ഇത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ്? അതിനൊരു എൻഡിങ് ഇല്ല. അതായത് 1 ആണെങ്കിൽ ഇത്ര, 10 ആണെങ്കിൽ ഇത്ര, 100 ആണെങ്കിൽ ഇത്ര, 1000 ആണെങ്കിൽ ഇത്ര, അതേപോലെ 10,000 ആണെങ്കിൽ ഇത്ര, ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ഓരോന്നും എത്ര എത്ര വരിക എന്ന് എന്ത് ചെയ്യുക? ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിവിടെ ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം ഇൻഫിനിറ്റി ആണ്. ഇത്ര സ്പെസിഫൈ ചെയ്തിട്ടൊന്നല്ല, അതെന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 1, 2, 10, 2.5937, 100, 2.7048, 1000, 2.7169, 10,000, 2.7181, പിന്നെ ഇൻഫിനിറ്റി അത് പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് 2.7128, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എന്തിനാ പറയുന്നത് പറഞ്ഞാൽ എന്താണ് യൂളർ നമ്പർ എന്ന് പറയേണ്ടത് അതിനാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളത് പഠിക്കാനല്ല, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. യൂളർ നമ്പർ പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഈ എന്ന് ഉദ്ദേശിക്കുന്നത് യൂളർ നമ്പറിനാണ് ഇ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇന്റെ വാല്യൂ 2.718 ആണ്. എങ്ങനെ 2.718 എന്ന് അറിയേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കറങ്ങി തിരിഞ്ഞ് കേട്ടോ, പേടിക്കല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്റെ ഫോർമുല ലിമിറ്റ് n ഇൻഫിനിറ്റി ഇൻറ്റു 1+1/n ഹോൾ റൈസ് ടു n. അപ്പോൾ n 1+1/n ഹോൾ റൈസ് ടു n പറയുമ്പോൾ 1ന്റെ ഓരോന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. P of x equal to k equal to e raised to minus lambda raised to k by k factorial. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്റെ വാല്യൂ 2.718 ആണെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ ആണ് നിങ്ങളുടെ ഇവിടെ നിന്ന് എടുത്തിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ നിങ്ങളുടെ യൂസ് ആയിരിക്കും. എന്തായിരുന്നു ഇക്വേഷൻ? ഇവിടെ നിന്നിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ P of x equal to k. അപ്പൊ ആദ്യം ഇവിടെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. P of x equal to k equal to എന്താണ് ഇക്വേഷൻ? ആദ്യം നോക്കി നോക്കുക കേട്ടോ. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? e raised to minus lambda raised to k എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? P of x equal to k എന്താ പറഞ്ഞ? e raised to minus lambda raised to k by k factorial ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താ എഴുതേണ്ടത്? e raised to minus lambda എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്താ മനസ്സിലാക്കേണ്ടതാ? lambda raised to എന്താ പറയണ? k എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ എന്താ പറയണ? k ഫാക്ടോറിയൽ. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് e raised to minus lambda raised to k by k ഫാക്ടോറിയൽ ആണ് അല്ലേ? k ഫാക്ടോറിയൽ പറയുമ്പോൾ ഇവിടെ എവിടെ നമ്മൾ കുത്തിടാം? മേലെയല്ലേ നമ്മൾ ജസ്റ്റ് കുത്തിടാം, താഴെയാണ് എന്ത് ചെയ്യുക? k ഫാക്ടോറിയൽ പറഞ്ഞാൽ കുത്തിടാം. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. k ഫാക്ടോറിയൽ പറയുമ്പോൾ എന്തായാലും ഇവിടെയാണ് കുത്തിടുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ക്വസ്റ്റ്യനില്. ആദ്യം ഞാൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ പോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം എടുക്കാം. എടുത്തതിന് ശേഷം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ അനീഷ, ഓക്കെ 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 അതൊന്നും ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ ആവേണ്ട. 3 പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. ക്ലാസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫുള്ളായി എടുത്തിട്ട് നമുക്കൊരു അതിനുശേഷം വൈൻഡപ്പ് ചെയ്യാം. പോവല്ലേ ആരും കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. പ്രോബ്ലം നമ്മൾ പെട്ടെന്ന് എടുത്താൽ മനസ്സിലാവില്ല. അതാണ് 1 by 1 ആയി പറയുന്നത്. പെട്ടെന്ന് 1 hour ആയി എന്നൊരു മൈൻഡ് സെറ്റിൽ പോകരുത്. കഴിഞ്ഞിട്ട് പോവാം കേട്ടോ, പറഞ്ഞുതരാം. പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ടെലിഫോൺ ഓപ്പറേറ്റർ റിസീവ്സ് ആൻ ആവറേജ് ഓഫ് 4 calls per minute. ഒരു മിനിറ്റിൽ ടെലിഫോൺ ഓപ്പറേറ്ററിന് വന്നിട്ട് ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്? 4 കോൾ വന്നിട്ട് വന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ മിനിറ്റ് ദേ റിസീവ് എക്സാക്ട്ലി 2 calls? അപ്പോൾ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററിന് വന്നിട്ട് 4 കോളാണ് പെർ മിനിറ്റിൽ വന്നിരിക്കുന്നത്. റിസീവ്സ് ആൻ ആവറേജ് ഓഫ് 4 കോൾസിന്റെ ആവറേജ് ആണ് പെർ മിനിറ്റിൽ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ മിനിറ്റ്? അപ്പൊ എന്താണ് അതിന്റെ പ്രോബിലിറ്റി? തന്നിരിക്കുന്ന മിനിറ്റിൽ ഇപ്പോൾ ഒരു എക്സാക്ട്ലി 2 calls വന്നാൽ എന്തായിരിക്കും അതിന് ചോദിച്ചിരിക്കണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലാംഡ എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 4. അപ്പൊ ലാംഡ ഈക്വൽ ടു 4 വന്നു. കെ എന്ന് പറയുമ്പോൾ എത്ര വന്നു? 2 ആണ്. മനസ്സിലായോ? ഇനി പോയിസന്റെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക. എന്താ ഫോർമുല? അതാ P of x equal to k equal to e raised to minus lambda by lambda raised to k by k factorial. എന്തായിരുന്നു ഇക്വേഷൻ? P of x equal to k equal to e raised to minus lambda raised to k by k factorial.
അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്നറിയാം, പി ഓഫ് കെ എന്ന് പറയുമ്പോൾ കെ ഇവിടെ തന്നിട്ടുണ്ട് 2. അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ഈ ലാംഡ എന്ന് പറയുമ്പോൾ എത്ര ഇവിടെ തന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 4. ഇപ്പോൾ എന്താ പറയുന്നത് ഇൻറ്റു ലാംഡ റൈസ് ടു കെ ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 4 ആണ്. 4 റൈസ് ടു എന്ത് എഴുതി, കെ എത്രയാ, കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2. അപ്പോൾ 4 സ്ക്വയർ എഴുതി. അപ്പോൾ ബൈ എന്താ ഇവിടെ എഴുതേണ്ടത്, 2 ഫാക്ടോറിയൽ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഫാക്ടോറിയൽ പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, 2 × 1 ആണ്. മനസ്സിലായോ? ഇനി പി ഓഫ് 2 ഉണ്ടല്ലോ, പി ഓഫ് 2 പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതായത് പി ഓഫ് കെ എന്ന് പറയുന്നത് 2 ആണ്. എക്സ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ പി ഓഫ് 2 ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നറിയാം, 2.718 റൈസ് ടു മൈനസ് 4 ആണ്. അതാണ് ഈ റൈസ് ടു മൈനസ് 4 ആൻസർ ആണ്. 0.0183 കിട്ടി. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇന്റെ വാല്യൂ നമുക്ക് എന്തെന്നറിയാം, 2.718 ആണെന്നറിയാം. റൈസ് ടു മൈനസ് 4 ആണ്. ഇൻറ്റു എന്ത് എഴുതുക, 4 സ്ക്വയർ എത്ര, 16 ബൈ 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ നമുക്ക് എന്തെന്നറിയാം, 2 × 1 ഈക്വൽ ടു എന്താണ്, 2 ആണ്. അപ്പോൾ 0.0183 × 16/2 ആണ് എത്ര വരിക, ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താണ് 0.2928 ബൈ 2 എഴുതി രണ്ടും കൂടെ ചെയ്യുമ്പോൾ 0.1464 കിട്ടും. അപ്പോൾ ഇതേ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക, 14.64 കിട്ടുക. മനസ്സിലായോ? ഇപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററിനെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ആവറേജ് കോൾ എന്ന് പറയുന്നത് 4 കോൾ പെർ മിനിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ മിനിറ്റ്, അതായത് ഒരു എക്സാക്ട്ലി 2 കോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പ്രോബബിലിറ്റി കിട്ടാനുള്ള ചാൻസ് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടെ ലാംഡ 4 ആണ്, കെ 2 ആണെന്ന് എക്സാക്ട് തന്നിട്ടുണ്ട്. പോയിസൺ ഫോർമുല എങ്ങനെ യൂസ് ചെയ്യുക, പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, കെ പറയുന്നത് 2 ആണ്. അപ്പോൾ പി ഓഫ് 2 കെ പറയുന്നത് പി ഓഫ് 2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ പറയുമ്പോൾ ലാംഡ ഇവിടെ തന്നിട്ട് 4. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 4 ഇൻറ്റു ലാംഡ എത്രയാണ്, 4 ആണ്. അപ്പോൾ 4 റൈസ് ടു കെ എത്ര, 2 ആണ്. 4 റൈസ് ടു 2 ബൈ എത്രയാണ് കേട്ടോ, കെ ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ആണ്, കെ 2 ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന 2.718 റൈസ് ടു മൈനസ് 4ന്റെ ആൻസർ ആണ്. ഈ 2.7182 റൈസ് ടു മൈനസ് 4ന്റെ ആൻസർ ആണ് എത്ര, 0.0183. 4ന്റെ സ്ക്വയർ ആണ് 16, 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 × 1 ആണ് 2. അങ്ങനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ 0.0183 × 16 ആണ് 0.2928. ഈ 2 എഴുതപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടിയ, 0.1464 കിട്ടിയത്. അപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് എങ്ങനെയാണ് ഈ 2.718 റൈസ് ടു മൈനസ് 4 ചെയ്യാന്നുള്ളതാണ്. അതിനെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, എളുപ്പ മെത്തേഡിൽ. ഇതിനെ നോട്ടിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ഇടുക ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്താ നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തറിയണം, ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.718 ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും ഇവിടെ നമുക്ക് എന്തെന്നറിയാം, ഈ നമ്മുടെ ലാംഡ പറയുന്നത് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലാംഡ പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് എന്തറിയാം, ഈ എന്താണ്, ഇ റൈസ് ടു മൈനസ് 4 ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിട്ടിരിക്കേണ്ട പറഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് 1/e റൈസ് ടു 4 ആണ്. മനസ്സിലായോ? ഇ റൈസ് ടു 4 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഇവിടെ മൈനസ് വരില്ല, നമ്മൾ 1/, ഇട്ടല്ലോ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇ റൈസ് ടു മൈനസ് 4 ഈക്വൽ ടു 1/e റൈസ് ടു 4 ആണ്. ആക്ച്വലി ഞാനിവിടെ എ എന്നിട്ടാ കാരണം ഇപ്പോൾ ഇന് പകരം എ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയോ, എ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1/a റൈസ് ടു n ആണ്. അപ്പോൾ ഇതിന്റെ പകരം നമുക്ക് ശരിക്കും നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, ഇ അല്ലേ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 4 ഈക്വൽ ടു എന്താ, അപ്പോൾ എ റൈസ് ടു മൈനസ് n പറയുന്നത് ഇ റൈസ് ടു മൈനസ് 4 ഈക്വൽ ടു 1/a റൈസ് ടു n ഉള്ള 1/e റൈസ് ടു 4. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 2.718 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്റെ വാല്യൂ പറയുന്നത് 2.718 ആണ്. ഓക്കെ, അപ്പോൾ 2.718 റൈസ് ടു ലാംഡ എത്രയാണ്, 4. അപ്പോൾ ഇവിടെ എന്തെങ്ങനെ നമ്മൾ എഴുതുക, 1/2.718 റൈസ് ടു 4 ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക, കാൽക്കുലേറ്റ് 2.718 റൈസ് ടു 4. എങ്ങനെ എഴുതുക, 2.718 റൈസ് ടു 4 2.718 into 2.718 അപ്പോൾ 37.386 കിട്ടി. ഇനി 7.386 എന്ത് ചെയ്യുക, 2.718 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 20.086 കിട്ടി. 20.086 into 2.718 എത്ര കിട്ടി, 54.598 കിട്ടി. മനസ്സിലായോ? അങ്ങനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ, 1/2.718 റൈസ് ടു 4 എത്ര കിട്ടും, 1/2.718 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 1/, ഇപ്പൊ നമ്മൾ ചെയ്തില്ല, അതാ ഇപ്പൊ അടുത്ത് കിട്ടില്ല, 1/54.598 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 0.0183 കിട്ടുക. മനസ്സിലായോ? നിങ്ങൾ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ആക്ച്വലി നമ്മുടെ ഫോർമുല എ റേസ് ടു മൈനസ് n ഈക്വൽ ടു 1/a റേസ് ടു n ആണ് ചെയ്യുക.
അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് എക്സ്പെക്റ്റഡ് ഉള്ളത്. അപ്പോൾ e⁻⁻4 = 1/e⁻⁴ വരും. അപ്പോൾ നമുക്ക് എന്താ ഇന്റെ വാല്യൂ 2.718 ആണ്. നമ്മുടെ ലാംഡ 4 ആണ്. e⁻⁻4 = 1/2.718 ആണ്. അപ്പോൾ 2.718 എത്ര 4 വട്ടം ഇൻറ്റു ചെയ്യുക. 2.718 2.718 7.386 അത് മൂന്നാമത്തെ വട്ടം ഇൻറ്റു ചെയ്തു, നാലാമത്തെ വട്ടം ഇൻറ്റു ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് നോക്കി വെക്കുക. മൂന്നാമത്തെ വട്ടം ഇൻറ്റു ചെയ്തു, നാലാമത്തെ വട്ടം ഇൻറ്റു ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അത്രയും ഇൻറ്റു ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 1/54.59 കിട്ടുമ്പോൾ 0.0183. ഇപ്പോൾ ഈ 2.718 - 5 ആണെങ്കിലും ഇങ്ങനെ ചെയ്യുക, +6 ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതേ ഫോർമുല യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഇവിടെ ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, 14.64. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡ് പ്രോബ്ലവും ഞാൻ തേർഡ് പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം എളുപ്പത്തിൽ. അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഇക്വേഷൻ എഴുതി വെക്കാം കേട്ടോ. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇതാ P of x = k. ഇവിടെ എന്താ എഴുതേണ്ടത്, P of x = k = നമ്മൾ എന്താ എഴുതുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, e⁻λ k ഫാക്ടറിയലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതാ, e⁻λ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്, k അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓരോ നോക്ക്, k ഫാക്ടോറിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. k ഫാക്ടോറിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ എന്തായിരുന്നു, P of x = k = e⁻λ k ഫാക്ടോറിയൽ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഫാക്ടറിയിൽ ആവറേജ് 3 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ലാംഡ എത്ര, 3 ആർ പ്രൊഡ്യൂസ്ഡ് പെർ അവർ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 ഡിഫക്റ്റീവ്, അപ്പോൾ എത്രയാണ്, k എത്രയാണ്, 1. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 ഡിഫക്റ്റീവ് ഈസ് ഫൗണ്ട് ആൻ അവർ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 അല്ലേ, 1 ഡിഫക്റ്റീവ് അല്ല പറയുന്നത്. അപ്പോൾ എന്താണ്, k പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ലാംഡ 3 ആണ്, k 1 ആണ്. അത് ഒരു ഫാക്ടറിയിൽ ഒരു ആവറേജ് 3 ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. 3 ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പെർ അവർ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി ഒരു ഡിഫക്റ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. നമ്മുടെ k എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ആണ്. നമ്മുടെ ഫോർമുല എന്താ, P of x = k = എന്താ e⁻λ k ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമുക്ക് എത്ര, P of k എന്ന് പറയുമ്പോൾ എത്ര, x = k എത്രയാണ്, 1 ആണ്. P of 1 = പറയുമ്പോൾ നമുക്ക് എന്താ വ്യക്തമായിട്ട് അറിയാം, എന്താണ് 2.718 - 3 ആണ്. മനസ്സിലായ? എന്നിട്ട് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു λ k പറയുമ്പോൾ ലാംഡ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ 3 അല്ലേ തന്നിരിക്കുന്നത്. ഇതാ 3 എന്താ പറയാ, k പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻറ്റു അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു ബൈ എത്രയാണ്, ഇവിടെ k 1 ഫാക്ടോറിയൽ ആണ്. 1 ഫാക്ടോറിയൽ പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിന്റെ പ്രകാരം നമ്മൾ ചെയ്യാതാ. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ആക്ച്വലി a⁻n പറയുമ്പോൾ a⁻3 e⁻3 = 1/e⁴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. മനസ്സിലായോ, e⁻3 = 1/e⁻3 ചെയ്യണം. എന്നിട്ട് 2.718 ഇൻറ്റു 2.718 ഇൻറ്റു 2.718 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടിയ ആൻസർ അത് 1/, ആ കിട്ടിയ ആൻസർ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, P of 1 = e⁻2.718 എത്രയാണ്, 0.0498 ഇൻറ്റു 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്, 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് λ k എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാംഡ പറയുന്നത് 3 ആണ്. അതിൽ ഇവിടെ ഫാക്ടോറിയൽ വരിക 3 എന്നാണ്. 3 എന്താണ്, λ k പറയുമ്പോൾ 3 പറയുമ്പോൾ 3 തന്നെയാണ്. അപ്പോൾ 3 എഴുതി. ബൈ 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താണ്, 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് 0.1494 കിട്ടി. സോ 0.1494ന്റെ 100 ആണ് എന്ത് വന്നിരിക്കുന്നത്, അത് 14.94 വന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എളുപ്പമാണ്, അതുപോലെ ചെയ്യുക. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 3ലും എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ 3ലും ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഒരു ആവറേജില് ആക്ച്വലി ഇവിടെ മനസ്സിലാക്കേണ്ടത് 5 ബസ്സാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ നിങ്ങൾ മനസ്സിലാക്കാതെ എന്താണ്, ഇവിടെ ലാംഡ എന്ന് പറയുന്നത് 5 ആണ്. k എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആവറേജിൽ 5 ബസ് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് പെർ അവർ വന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ എന്താ പെർ അവർ വന്നിട്ട് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നോ ബസ് അറൈവ്. ഇപ്പോൾ ഒരു ബസ് അറൈവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ k എന്താണ്, 0 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്, ഇവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതുക. എന്താ, P of x = k = എന്താ, e⁻λ അല്ലേ, e⁻ -
എന്താ ലാംഡ, പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്, ലാംഡ റൈസ് ടു കെ ബൈ എന്താണ് കെ ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതാ ഇ റൈസ് ടു മൈനസ് ലാംഡ തന്നെയല്ലേ വരിക നമ്മുടെ ഫോർമുല. ഇതാ മൈനസ് ലാംഡയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ, ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു കെ. ഇതാ മൈനസ് ആണ് വരിക കേട്ടോ. ഇ റൈസ് ടു മൈനസ് ലാംഡ, ഓക്കെ, ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു കെ, ഓക്കെ, ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്താ പറയാം, പോയിസൺ ഫോർമുല പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ കെ എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്, 0 കിട്ടിയിട്ട്. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 5 പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇന്റെ വാല്യൂ 2.718 റൈസ് ടു മൈനസ് 5 ഇൻറ്റു ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട് കെ, ലാംഡ റൈസ് ടു കെ ആണ്, 5 റൈസ് ടു 0 ആണ്. 5 റൈസ് ടു 0 പറയുമ്പോൾ നമുക്ക് എന്താ പറയാം 1 ആണെന്ന് അറിയാം. മനസ്സിലായാ, ലാംഡ റൈസ് ടു കെ ആണല്ലോ, ലാംഡ 5 ആണ്, 5 റൈസ് ടു 0 ആണ് 1. അപ്പോൾ എന്താണ് 2.718 റൈസ് ടു മൈനസ് 5ന്റെ ആൻസർ ആണ് എന്തെന്ന് പറയുന്നത് 0.0067 ഇൻറ്റു 5 റൈസ് ടു 0 പറയുന്നത് 1 ആണ്, ബൈ ഇവിടെ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ പറഞ്ഞാൽ അത് 1 ആണ്. അതാണ് ഉത്തരം കേട്ടോ. എന്താ മനസ്സിലാക്കണം, 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ 0.0067 ഇൻറ്റു 1 ബൈ 1 ഫാക്ടോറിയൽ എത്ര കിട്ടി, 0.0067 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 0.67%. മനസ്സിലായോ, ഇത്രയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതപ്പം ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാവേ. നമ്മുടെ ഇയുടെ വാല്യൂ എത്രയാണ്, 2.718 ആണ്. ഇപ്പം എ റേസ് ടു മൈനസ് എൻ പറഞ്ഞാൽ 1 ബൈ എ റേസ് ടു എൻ ആണ്. അതേപോലെ ഇ റേസ് ടു മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ബൈ ഇ റേസ് ടു 4 ആണ്. അപ്പം ഇ റേസ് ടു മൈനസ് 5 പറയാൻ എത്രയാണ്, 1 ബൈ ഇ റേസ് ടു 5 ആണ്. ഇ റേസ് ടു 5 പറയുമ്പോൾ 2.718 എന്ത് ചെയ്യാം, നമ്മൾ ഇൻറ്റു ചെയ്ത് വെക്കുക. ആ കിട്ടിയ ആൻസർ എത്രയാണോ 1 ബൈ ആ കിട്ടിയ ആൻസർ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന് 3 പ്രോബ്ലം ക്ലിയർ ആയോ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും 3 പ്രോബ്ലം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അങ്ങനെ പോവല്ലേ, നന്നായി ഒന്ന് ചെയ്ത് നോക്കുക, തറവാക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഒപ്പം ചെയ്താലേ നിങ്ങളൊന്ന് സ്പീഡപ്പ് ആകുള്ളൂ. ലൈവ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് എല്ലാ ക്ലാസ്സിലും വരും. എന്ത് തന്നെ ബിസി ആണെങ്കിലും എത്ര എൻഗേജ്ഡ് ആണെങ്കിലും കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൽ വരിക. ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ദി സ്പോട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇന്നലെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, 8078479704. ഓക്കെ, സോ അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ ഇന്നലെ എടുത്ത ക്ലാസ് ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിളും അടുത്ത എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ, ഇന്നെടുത്ത ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഇതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിലെ മോക്ക് ടെസ്റ്റ് വരിക. സോ നന്നായി പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപർണ, രമ്യ, അസ്ലമിയ, ശരണ്യ, ദേവിക, അനീഷ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാം കേട്ടോ. നന്നായി പഠിക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ അസ്ലമിയ. നോട്ട്സ് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ റെക്കോർഡ് സെഷൻ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും അറിയുന്നില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സ്റ്റഡി വെൽ. താങ്ക് യു ആൾ.